അന്നെന്താ ഉണ്ടായത്? ആരാന്ന് നിന്നെ കൊന്നത്? നമ്മൾ ഇരുവരും പരസ്പരം സമ്മതിച്ച ശേഷം സ്നേഹത്തിന്റെ മൂർധന്യാവസ്ഥയിലിരിക്കുമ്പോ ഈ ദുഷ്ടന്മാരവിടെ നാഗമാണിക്യം മോഷ്ടിക്കാൻ വേണ്ടി വന്നു. നിന്നെ അവിടെ തന്നെ നിർത്തിയതിനു ശേഷം ഞാൻ നാഗമാണിക്യം സംരക്ഷിക്കാൻ വേണ്ടി പോയതാ. ആ സമയത്ത് ഈ ദുഷ്ടന്മാരെന്നെ വലിയൊരു ചതി ഒരുക്കി കൊന്നു കളഞ്ഞതാ. അത് വേറെ ആരുമല്ല, ഈ ദിഗ്വിജയൻ തന്നെയാ. പിന്നെ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഈ നന്ദീശൻ. ആദിശേഷ, നിന്നെ കൊന്നുകളഞ്ഞ് നാഗമാണിക്യം അപഹരിച്ച ദുഷ്ടന്മാരോട് പ്രതികാരം ചെയ്യാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. നാഗലോകത്തിന്റെ പ്രതികാരം ഇവരുടെ എല്ലാം മരണത്തോടെ മാത്രമേ അവസാനിക്കൂ. ഇവർ ചെയ്തു കൂട്ടിയ പാപത്തിന് ശിക്ഷ നൽകാനുള്ള സമയം ഇപ്പോഴാണ് വന്നത്. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. നിങ്ങളുടെ നാശം ഉറപ്പാണ്. വേണ്ട വേണ്ട ശിവാനി, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്ടേക്ക്. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാ. ദൈവത്തോടൊന്ന് മാപ്പാക്കണം, മാപ്പാക്കണം. നോക്ക്, നിനക്ക് നിന്റെ ആദിശേഷനെ തിരികെ കിട്ടിയില്ലേ? നിന്റെ പക ഇതോടെ മറന്നേക്ക്. എന്റെ കുടുംബം ഇങ്ങനെ തകർക്കല്ലേ, അവരെ ശപിക്കല്ലേ, എന്റെ താലി ഇറക്കല്ലേ ശിവാനി. താലിയൊന്നും കാണിച്ച് എന്നെ തടയാൻ നോക്കണ്ട നിങ്ങള്. ഒരു പെണ്ണിന് താലിയേക്കാളും വലുത് മറ്റെന്താണുള്ളത്? എന്റെ ഭർത്താവ് ചെയ്ത തെറ്റിന് ഞങ്ങളെ എല്ലാവരും എന്തിനാ ശിക്ഷിക്കുന്നത്? ഒരു പെണ്ണിന്റെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? പക്ഷേ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കത് മനസ്സിലായില്ല. എന്റെ ആദിശേഷനെ നഷ്ടപ്പെട്ട് ഇതിനേക്കാളും 10 മടങ്ങ് വേദന ഞാൻ അനുഭവിച്ചതാ. വേദനയ്ക്ക് വേദനയാണോ പരിഹാരം? നിനക്ക് ഞങ്ങളോട് കുറച്ച് കരുണ കാണിച്ചൂടെ? ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവരോട് കരുണ കാണിക്കാം. നാഗമാണിക്യം തിരികെ തരാൻ പറ. നാഗമാണിക്ക് തിരിച്ചു കൊടുത്തേരെ. അതെ, ആ നാഗമാണിക്ക് അങ്ങ് കൊടുത്തേക്ക്. എന്നാലെങ്കിലും ജീവൻ തിരിച്ചു കിട്ടുമല്ലോ. നാഗമാണിക്യം തിരികെ തന്ന ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം. ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരികയുമില്ല. ഏത് നാഗമാണിക്യം? നീ പറയുന്നത് പോലെ ഒരു നാഗമാണിക്യവും എന്റെ കയ്യിലില്ല. കള്ളം! നാഗലോകത്ത് നിന്നും കട്ടെടുത്തു കൊണ്ടുവന്ന നാഗമാണിക്യം നിന്റെ കയ്യിലുണ്ട്. അത് നാഗലോകത്തിന്റെ മകുടമണിയാണ്. അതിനെ മനുഷ്യർക്ക് സ്വന്തമാക്കാനുള്ള അവകാശമില്ല. അത് തിരികെ തന്നോളൂ. എന്റെ കയ്യിലില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ നാശമാണ് എല്ലാത്തിനുമുള്ള പരിഹാരം. ആരാണ് നശിപ്പിക്കാൻ പോകുന്നതെന്ന് നോക്കാം നമുക്ക്. വേണ്ട, ശിവാനിയെ ഒന്നും ചെയ്യരുത്. ശിവാനിക്കൊന്നും സംഭവിക്കാൻ ഞാനും അനുവദിക്കില്ല. എന്നെ എതിർത്താൽ അവളുടെ കൂടെ നീയും മരിക്കേണ്ടി വരും. ഞാനിനി മരിച്ചാലും ശരി, ശിവാനിക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇതാണോ നിന്റെ അവസാന വാക്ക്? സംശയമുണ്ടോ? ഇനി നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. നിന്നെ വേരോടെ ഇല്ലാതാക്കും ഞാൻ. ത്രിശൂൽ!
തൃശൂൽ മോനെ, തൃശൂൽ. എനിക്ക് തൃശൂൽ മോനെ, തൃശൂൽ എഴുന്നേക്ക് മോനെ. അതിശേഷം എന്താ പറ്റിയത്? അതിശേഷം എന്നോട് സംസാരിക്ക. തൃശൂൽ എന്ത് പറ്റി? എഴുന്നേക്ക് മോനെ. അതിശേഷം എന്നെ ഒന്ന് നോക്ക്, എന്നോടൊന്ന് സംസാരിക്ക. ശിവാനി, ഞാൻ ഇനി ജീവിക്കില്ല. എന്നോട് ക്ഷമിക്ക് ശിവാനി. ഈ ജന്മത്തിൽ നമുക്ക് തമ്മിൽ ഇനി ഒരുമിക്കാനാവില്ല. ഇല്ല ഇല്ല, നിനക്കൊന്നും പറ്റില്ല. ശിവാനി, എന്നോട് ക്ഷമിക്ക് ശിവാനി. കഴിഞ്ഞ ജന്മത്തിൽ എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ നീ? ഈ ജന്മത്തിൽ എന്നെ ഒറ്റയ്ക്കാക്കി പോവുകയാണോ? ഇല്ല, നിന്നെ എന്നിൽ നിന്ന് അകറ്റിയവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഞാൻ ക്ഷമിക്കില്ല. ഹേയ്! അയ്യോ! എന്റെ ഡാഡി എനിക്ക് തിരിച്ചു വേണം. അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ. ശിവാനി, എന്റെ ഡാഡി ഒന്നും ചെയ്യരുത്. ഡാഡിക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ. ശിവാനി വേണ്ട മോളെ, വിട്ടേക്ക്. മുതലാളി, ആ നാഗമാണിക്ക് തിരിച്ചു കൊടുത്തേക്ക്. നാഗറാണി നമ്മൾ വെറുതെ വിടില്ല. വേണ്ട നന്ദീശ, കൊടുക്കരുത്. ആ നാഗമാണിക്ക് സ്വന്തമാക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയില്ലേ? ഒരു കാരണവശാലും അത് കൊടുക്കരുത്. ഹേയ്, നിനക്ക് പ്രാണൻ ഭിക്ഷയായി പോലും ഞാൻ തരില്ല. എന്നെ ഇനി തടയാൻ ആർക്കും ആവില്ല. എന്റെ ആദിശേഷനെ കൊന്നതിന്റെ പ്രതികാരമായി ഇനി നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല. ശിവാനി, വെറുതെ നീ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. നിനക്ക് പല്ലിൽ മാത്രമാണ് വിഷം, എന്റെ ശരീരം മുഴുവൻ വിഷമാ. നിന്റെ മരണത്തെ നീ തന്നെ വിളിച്ചു വരുത്തല്ലേ. ആരുടെ മരണം ആരുടെ കൈകൊണ്ടാണെന്ന് ഇപ്പൊ നമുക്ക് കാണാം. ഏയ്, നാഗമാണിക്യം, ഏയ്, നാഗമാണിക്യത്തിന്റെ സഹായത്തോടെ ഇച്ഛാധാരി നാഗമായി മാറിയോ നീ? എന്തിനിങ്ങനൊക്കെ ചെയ്യുന്നേ? ഇതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്?
2 ജന്മത്തിലും എന്റെ ആദിശേഷനെ നീ കൊന്നില്ലേ? ഞങ്ങൾ എന്ത് ദ്രോഹമാണ് നിന്നോട് ചെയ്തത്? എനിക്ക് നാഗമാണിക്യം വേണം. അതിനുവേണ്ടി ആരെ വേണമെങ്കിലും ഇല്ലാതാക്കും ഞാൻ. എന്നെ നേരിടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നാഗലോകത്തുള്ളവരുടെ ശക്തി എന്താണെന്ന് നിനക്കറിയില്ല. നാഗമാണിക്യം നഷ്ടപ്പെട്ടപ്പോ നിങ്ങളൊക്കെ പല്ലുകൊഴിഞ്ഞ നാഗങ്ങളായില്ലേ? നീ വലിയ ശക്തിശാലിയായിരിക്കും, പക്ഷെ ഞാൻ നിന്നേക്കാൾ വലിയ ശക്തിശാലിയാ. ആർക്കാണ് ശക്തി കൂടുതലെന്ന് ഇപ്പൊ കാണാം. ഞാൻ കാരണം എന്തോ ഭൂമിയിലെ നാഗലോകത്തുള്ളവർക്ക് പ്രാണൻ അപായം എന്ന സൂചന വന്നിരിക്കുന്നു. അപ്പോ ശിവാനിക്കും ആദിശേഷനും ഞാൻ എന്തു വലിയ തെറ്റാണ് ചെയ്തത്. ഞാൻ അവിടുന്ന് വന്നപ്പോൾ ആദിശേഷനോട് ദിഗ്വിജയന്റെ കാര്യം സൂചിപ്പിക്കാൻ മറന്നുപോയി. എനിക്ക് പറ്റിയ തെറ്റ് ശരിയാക്കിയില്ലെങ്കിൽ ദിഗ്വിജയൻ നാഗമാണിക്യം കൊണ്ട് എല്ലാവരെയും കൊന്നുകളയും. അപ്പോ നാഗമാണിക്യം തിരിച്ചെടുക്കാൻ നാഗലോകത്തുള്ളവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ആദിശേഷൻ ജീവിക്കണം. ശിവാനിക്ക് ഒന്നും സംഭവിക്കരുത്. പരമേശ്വര, ഭൂമിയിൽ നിന്ന് ഞാൻ മടങ്ങിയപ്പോൾ ഏത് സ്ഥലത്തായിരുന്നോ എന്നെ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ എത്തിക്കണേ. ഭൂമിയിൽ നിന്ന് ഞാൻ മടങ്ങിയപ്പോൾ ഏത് സ്ഥലത്തായിരുന്നോ എന്നെ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ എത്തിക്കണേ. ശിവാനി, ആദിശേഷ, തൃശ്ശൂൽ എണീക്ക്. തൃശ്ശൂൽ, തൃശ്ശൂൽ, എന്താ നിനക്ക് പറ്റിയത്? ഞാനെങ്ങനെ ഇവിടെ എത്തിയേ? എനിക്ക് എന്താ എനിക്ക് പറ്റിയേ? പറയൂ ശിവാനി. അതിനുത്തരം പറയേണ്ടത് നീയാ. നീ ഇവിടെ എന്തെടുക്കായിരുന്നു? അമൃതയായിട്ട് എന്താ സംസാരിച്ചോണ്ടിരുന്നേ? അമൃത എവിടെ? അമൃത 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 തൃശ്ശൂൽ, ശിവാനി, അമൃതയെ നീ എവിടെയും കണ്ടിരുന്നോ?
അല്ല, നീ ഇവിടേക്ക് എപ്പോഴാ വന്നേ? ഞാനിവിടെ വന്നിട്ട് കുറെ നേരമായി തോന്നുന്നേ. അമൃതയുടെ ശരീരം മായായി പോവാ ചെയ്തേ. അമൃത മായായി പോയെന്നു? സോറി അമൃത, നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല. ശിവാനി, അമൃത നമ്മളെ വിട്ടുപോയി. തൃശൂൽ, നീ എന്തായി പറയുന്നേ? അമൃതയ്ക്ക് എന്താ സംഭവിച്ചത്? ശിവാനി, ഞാൻ എന്നെ കള്ളം പറയുന്നേ. അമൃത മരിച്ചു എന്ന് പറഞ്ഞത് സത്യം തന്നെയാ. എന്റെ കൺമുമ്പേ വെച്ചാ അവര് മരണത്തോട് മല്ലടിച്ചോണ്ടിരുന്നേ. ഞാൻ അവരെ രക്ഷിക്കാന്ന് ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നതാ. പക്ഷെ ഞാൻ ജീവിക്കില്ലെന്ന് അവര് തന്നെ പറഞ്ഞു. അമൃത, അമൃത എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്താ പറ്റിയത് നിനക്ക്? ആരാ നിന്നെ ഇങ്ങനെ ആക്കിയത്? ആരാ നിന്നെ ഉപദ്രവിച്ചത്? പറ തൃശൂൽ, അമൃത ആരും ഉപദ്രവിച്ചത് പറ. ശിവാനി, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതിന് മാത്രം എന്താ ഉണ്ടായേ? ശിവാനി, അമൃത നമ്മൾ വിചാരിച്ച പോലെ ഒരു മനുഷ്യ സ്ത്രീയല്ല. പിന്നെ? അതായത് അവര് ഒരു ഇച്ഛാധാരി നാഗമായിരുന്നു. അമൃത ഒരു നാഗമായിരുന്നു. ഇവൻ അമൃതയെ കുറിച്ച് എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ നാഗകന്യകയാണെന്ന് ഇവൻ അറിഞ്ഞു കാണും. അവളെ കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം? അവൾ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു? അത് അമൃത എന്റെ സ്നേഹം. നിന്റെ സ്നേഹം എന്താ നിർത്തിയത് തൃശൂർ? അമൃത ഇവനോട് എന്തോ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയേ പറ്റൂ. അമൃതൻ എന്നോടെന്തോ പറഞ്ഞിരുന്നു. അതൊക്കെ ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എന്താ അത്? പറ, ആലോചിച്ച് നോക്ക് തൃശൂൽ. തൃശൂൽ, എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല ശിവാനി, ഓർത്തെടുക്കാനൊന്നും ട്രൈ ചെയ്തോട്ടെ. പക്ഷെ മനസ്സിലേക്കൊന്നും വരുന്നില്ല. അതൊരു ദൈവരഹസ്യമാണ്. നീ ഏതാരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ സ്നേഹം വിഫലമായി പോകും. പറ, ഓർമ്മ വന്നോ? അത് അമൃത പറഞ്ഞതൊന്നും ശിവാനിയോട് പറയാനും പറ്റില്ല. ആ ദൈവരഹസ്യം ഇവിടെ പറഞ്ഞ അതൊരിക്കലും ഇനി നടക്കില്ലെന്ന് അമൃത ഉറപ്പിച്ച് പറഞ്ഞു പോയതാ. അതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്റെ സ്നേഹം ഞാൻ നഷ്ടപ്പെടുത്തില്ല. തൃശൂൽ, ഇങ്ങനെ മിണ്ടാതെ നിന്ന് എന്നെ വെറുതെ ടെൻഷൻ ആക്കല്ലേ നീ. ശിവാനി, അമൃത ഒന്നും പറഞ്ഞില്ല എന്നോട്. കള്ളം പറയാ നീ. അവൾ എന്തോ പറഞ്ഞു നീ നേരത്തെ പറഞ്ഞില്ലേ? മറച്ചു വെക്കാൻ ശ്രമിക്കാണോ? ഏയ് ഇല്ല ശിവാനി, അമൃത ഒന്നും പറഞ്ഞില്ലെന്നേ. അപ്പൊ നേരത്തെ പറഞ്ഞത്? അത് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലെന്നാ പറഞ്ഞേ. അതിനുശേഷം എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബോധം വന്നപ്പോഴേക്കും നീ എന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ശിവാനി, അമൃതയും നിനക്ക് അങ്ങനെ അറിയാം? അമൃതയും നിനക്ക് മുൻപ് വല്ല പരിചയമുണ്ടോ? അമൃത ഇച്ഛാധാരി നാഗമായിരുന്നു എന്ന് നിനക്ക് മുമ്പേ തന്നെ അറിയായിരുന്നോ? ഇല്ല, എനിക്ക് അവളെ പരിചയമൊന്നുമില്ല. നിനക്ക് അമൃതയെ പരിചയമില്ലെങ്കിൽ പിന്നെ എന്തിനാ അവളെ കുറിച്ച് നീ ചോദിക്കുന്നേ? അവളെ തിരഞ്ഞു വന്നതിന്റെ കാര്യം എന്താ? അത് അവൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വരാൻ പറഞ്ഞോ? എന്തിന്? എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് കാണണമെന്ന് പറഞ്ഞതാ. ശിവാനി വന്നത് അമൃതയോട് സംസാരിക്കാൻ വേണ്ടിയാ. ഇവളോടും ആ ദൈവരഹസ്യം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോ ഇവളോട് പറയേണ്ടത് എന്നോട് പറഞ്ഞതായിരിക്കോ? അങ്ങനെയാണെങ്കിൽ അമൃത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശിവാനിയോട് പറയണോ? ശിവാനി, അമൃത
എന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിനക്ക് വല്ല പിടിയുണ്ടോ? എനിക്കറിയില്ല. ഈശ്വര, ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ. ശിവാനിയോട് ഇക്കാര്യം ഞാൻ പറയണോ വേണ്ടേ?